നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാട്ടിലേക്ക് മടങ്ങാൻ അവസരം കാത്തിരിക്കുകയാണ് പ്രവാസികൾ എല്ലാവരും എന്ന് അറിയാം. നോർക്കയുടെ വെബ്സൈറ്റിൽ 1 മണിക്കൂറിനകം മടങ്ങി വരാൻ രജിസ്റ്റർ ചെയ്തത് 25,000-ഓളം മലയാളികളാണ്. ഏറ്റവും കൂടുതൽ അപേക്ഷകളുള്ളത് UAE നിന്നുമാണ്. പ്രവാസി മടക്കയാത്ര രജിസ്ട്രേഷൻ നോർക്ക ഇന്ന് രാവിലെ ആരംഭിച്ചിരുന്നു. ജന്മനാട്ടിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന വിദേശ മലയാളികളുടെ ഓൺലൈൻ രജിസ്ട്രേഷനാണ് ആരംഭിച്ചത്. ഇന്ന് രാവിലെയാണ് www.registernorcaroutes.org എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ആരംഭിച്ചത്. ക്വാറന്റൈൻ സംവിധാനം ഉൾപ്പെടെ സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാനം രജിസ്ട്രേഷൻ നടത്തുന്നത്. ഇത് വിമാന ടിക്കറ്റ് ബുക്കിംഗ് മുൻഗണനയ്ക്കോ മറ്റു ബാധകമല്ല എന്നുള്ളതും പ്രത്യേകതയാണ്. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ എത്തുന്നവരെ പരിശോധിക്കുവാനും ആവശ്യമുള്ളവരെ നിരീക്ഷണത്തിലോ ക്വാറന്റൈൻ കേന്ദ്രത്തിലോ മാറ്റാനുമുള്ള സംവിധാനം സംസ്ഥാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. രാജ്യത്തിനകത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന മലയാളികളുടെ രജിസ്ട്രേഷൻ വൈകാതെ ആരംഭിക്കുമെന്ന് നോർക്ക CEO അറിയിക്കുകയും ചെയ്തു. മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കായുള്ള നോർക്ക തുടങ്ങിയ ഓൺലൈൻ രജിസ്ട്രേഷന് വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. വെബ്സൈറ്റ് പ്രവർത്തന സജ്ജമായി ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 25,000 പേരാണ് രജിസ്റ്റർ ചെയ്തതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുക. ഇന്നലെ അർദ്ധരാത്രിയിൽ മുതൽ തുടങ്ങാനിരുന്ന രജിസ്ട്രേഷൻ സാങ്കേതിക കാരണങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് രജിസ്ട്രേഷൻ തുടങ്ങാൻ ആയത്. മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിലാണ് പ്രവാസി രജിസ്ട്രേഷനായുള്ള നോർക്ക വെബ്സൈറ്റ് പ്രവർത്തനക്ഷമം ആയത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ രജിസ്ട്രേഷൻ തുടങ്ങാൻ ഇരുന്നിരുന്നു. നേരത്തെയുള്ള മുന്നറിയിപ്പ് ഉച്ചയ്ക്ക് 1 മണി മുതൽ തുടങ്ങുമെന്നായിരുന്നു പിന്നീടുള്ള വിശദീകരണം. വൈകുന്നേരത്തോടുകൂടിയാണ് വെബ്സൈറ്റ് പ്രവർത്തന സജ്ജമായത്. രാവിലെ മുതൽ തുടങ്ങുമെന്ന് ആദ്യം അറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും ഇത് നടക്കാതെ വരികയായിരുന്നു. എന്നാൽ ചിലർക്കൊക്കെ രാവിലെ രജിസ്ട്രേഷൻ ആരംഭിക്കാൻ പറ്റിയെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാർത്തയുടെ ആദ്യം രാവിലെ മുതൽ രജിസ്ട്രേഷൻ തുടങ്ങി എന്ന് പറയുന്നത്. പക്ഷേ വൈകുന്നേരം രജിസ്ട്രേഷൻ തുടങ്ങി 1 മണിക്കൂറിനകമാണ് 25,000-ഓളം പേർ രജിസ്റ്റർ ചെയ്തത്. തിരിച്ച് എത്തുന്നവരുടെ കൃത്യമായ കണക്ക് കിട്ടാനും നിരീക്ഷണ സംവിധാനം ഉൾപ്പെടെ സജ്ജമാക്കുന്നതിനുമാണ് രജിസ്ട്രേഷൻ നടത്തുക. ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആദ്യ പരിഗണന ലഭിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആരും തിരക്ക് കൂട്ടേണ്ട എന്ന് സർക്കാർ അറിയിച്ചിട്ടുമുണ്ട്. സന്ദർശന വിസയിൽ പോയവർ എന്നിവർക്കാണ് മുൻഗണന. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന മലയാളികളുടെ രജിസ്ട്രേഷനും നോർക്ക ഉടൻ തന്നെ തുടങ്ങും. കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്നുണ്ടായ യാത്രാ വിലക്കിൽപ്പെട്ട വിദേശത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ച് എത്തിക്കുന്നത് ലോക്ക്ഡൌണിന് ശേഷമാണെന്നാണ് അറിയാൻ കഴിയുക. പ്രത്യേക വിമാനങ്ങൾ വഴിയോ സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചാൽ അതുവഴിയോ ആകും പ്രവാസികളെ ഇത്തരത്തിൽ തിരിച്ചെത്തിക്കുകയെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസി ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കുവാൻ കേന്ദ്ര സർക്കാർ ബൃഹത് പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. ഇത് സംബന്ധിച്ച മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് വിദേശകാര്യ സെക്രട്ടറി കത്തയച്ചു കഴിഞ്ഞു. പ്രവാസികൾ മടങ്ങിയെത്തുന്നത് കണക്കിലെടുത്ത് ഇതുവരെ സ്വീകരിച്ച നടപടികൾ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദേശകാര്യ മന്ത്രാലയം ചോദിച്ചിട്ടുമുണ്ട്. ഇന്നലെ ക്യാബിനറ്റ് സെക്രട്ടറി അജയ് ഭല്ല സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലും ഇക്കാര്യങ്ങൾ സ്വീകരിച്ച പുരോഗതികൾ ആരായുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഗൾഫ് മേഖല, യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ തിരികെ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതി. ലോക്ക്ഡൌൺ അവസാനിക്കുന്ന മെയ് 3-ന് ശേഷം ഇവാക്യുവേഷൻ നടപടികൾ ആരംഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണം. ആഴ്ചകളും മാസങ്ങളും നീളുന്ന വലിയ പ്രക്രിയയാണ് ഇത് എന്നതിനാൽ തന്നെ കൃത്യമായ സജ്ജീകരണങ്ങളില്ല എങ്കിൽ കൊറോണ വ്യാപനം വീണ്ടും സംഭവിക്കാമെന്നുള്ളതും പ്രത്യേകതയാണ്. അതിനാൽ തന്നെ സംസ്ഥാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ തൃപ്തിയാണെങ്കിൽ മാത്രമേ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകൂ. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.